ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 12 അധ്യായം 24 വാക്യം. അവന് ശലോമോൻ എന്ന് പേരിട്ടു, യഹോവ അവനെ സ്നേഹിച്ചു. ഊരിയാവിൻ്റെ ഭാര്യയായ ബേത്ശേബയിൽ ദാവീദിനു ജനിച്ച 2ാമത്തെ പുത്രനാണ് ശലോമോൻ. ശലോമോൻ എന്ന പേരിന് സമാധാനം എന്നാണ് അർത്ഥം. യഹോവ ശലോമോനെ സ്നേഹിച്ചു എന്ന് 2 ശമൂവേൽ 12 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാഥാൻ പ്രവാചകൻ ശലോമോന് യെദിദ്യാവ് എന്ന പേര് വിളിച്ചു എന്ന് 2 വാക്യത്തിൽ കാണാം. ഈ പേരിൻ്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയൻ എന്നാണ്. തനിക്ക് ശേഷം ശലോമോനെ രാജാവാക്കാമെന്ന് ബേത്ശേബയ്ക്ക് ദാവീദ് വാക്ക് നൽകിയിരുന്നു. എന്നാൽ അദോനിയാവ് സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു. ദാവീദ് രാജാവ് ബേത്ശേബയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് ശലോമോനെ രാജാവായി വാഴിക്കുന്നത് രാജാക്കന്മാരുടെ 1 പുസ്തകം 1-2 അധ്യായത്തിൻ്റെ 17 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാവായി വാഴിക്കപ്പെട്ട ശലോമോൻ ദൈവത്തിന് യാഗം കഴിക്കുകയും യാഗത്തിൽ പ്രസാദിച്ച ദൈവം ശലോമോനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഭൗതികമായ യാതൊന്നും ചോദിക്കാതെ വിവേകമുള്ള ഹൃദയം മാത്രം ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം ശലോമോന് ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം, അതോടുകൂടെ ശലോമോൻ ചോദിക്കാത്ത സമ്പത്തും മഹത്വവും ഒക്കെ കൊടുക്കുന്നതായിട്ട് 1 രാജാക്കന്മാർ 3 അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ദൈവനിയോഗപ്രകാരം ശലോമോൻ ലോകത്തിലേക്കും വലിയ ജ്ഞാനിയായിട്ട് തീരുന്നു. ശലോമോൻ ഏകദേശം 40 വർഷത്തോളം യെരുശലേമിൽ രാജാവായി വാണു എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 42 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എന്ന് എവിടെയും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. എന്നാൽ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ശലോമോൻ രാജാവ് ഏകദേശം 58 വയസ്സിൽ മരണപ്പെട്ടു എന്നാണ് കാണുന്നത്. എന്നാൽ ശലോമോൻ രാജാവിനെക്കുറിച്ച് കർത്താവ് തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ സാക്ഷീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രതാപശാലിയും മഹാനുമായ രാജാവായിരുന്നു എന്നാണ്. ഇപ്രകാരം ആകുവാനായിട്ട് ശലോമോന് സാധിച്ചത് വിവേകമുള്ള ഹൃദയം ദൈവത്തോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇതുതന്നെയാണ് യാക്കോബ് എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 5 വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്ന്. നമുക്കും ദൈവത്തിൽ നിന്നും ജ്ഞാനം പ്രാപിച്ച് അനുഗ്രഹത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ശലോമോൻ രാജാവിനെ പോലെ വിവേകമുള്ള ഹൃദയം ഞങ്ങൾക്കും നൽകണമേ. ആമേൻ.